all, good evening. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ, നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ. അപ്പോ CSCB ജൂനിയർ ക്ലർക്ക് ലൈവ് MCQ ഡിസ്കഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോ നമ്മൾ എന്താണ് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഡെപ്പോസിറ്റ്സ് ആൻഡ് വേരിയസ് സ്കീംസ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ലോക്കർ, സേഫ് കസ്റ്റഡി വാല്യുബിൾസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ററാക്റ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021. അപ്പൊ നമുക്കറിയാം ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ ഇപ്പോ മാറ്റി എന്താക്കിയിട്ടുണ്ട്, ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമില് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്, 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 12 നവംബർ 2021. 12 നവംബർ 2021 ലോഞ്ച് ചെയ്തേക്കുന്നത്. 2, it is based on the principle one nation one ombudsman. ഒരു നേഷനില് ഒരു ഓംബുഡ്സ്മാൻ മതി എന്ന് പറയുന്നു. 3, it integrated 3 earlier ombudsman scheme. നേരത്തെ 3 ഓംബുഡ്സ്മാൻ സ്കീം ഉണ്ട്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 എന്നാ പറയുന്നത്. And the last one, the banking ombudsman scheme 2006 ബേസ് ചെയ്തിരിക്കുന്നത് ഏതനുസരിച്ചിട്ടെന്നാ പറയുന്നത്, സെക്ഷൻ 45L of the RBI Act 1934. Which of the above statement is are correct? 1, 2, 3 only. 1, 2, 3 മാത്രം, 2, 3, 4 മാത്രം, 1, 4 മാത്രം, 1, 2, 3, 4 മാത്രം. ആൻസർ പറഞ്ഞേ, ആൻസർ പറഞ്ഞേ, അറിയാവോ നിങ്ങൾക്ക്? ആൻസർ ഒന്ന് പറഞ്ഞേ. 1, 2, 3. വെരി ഗുഡ്, കറക്റ്റ് ചിന്നു, കറക്റ്റ് ആണ് ആൻസർ. എന്താണ്, 12 നവംബർ 2021 ആണ്. പഠിച്ചില്ലേ, ഒരു നേഷൻ ഒരു ഓംബുഡ്സ്മാൻ, കറക്റ്റ് അല്ലേ? 3 ഓംബുഡ്സ്മാനിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വന്നേന്ന്, കറക്റ്റ് ആണ്. എന്നാൽ എന്താണ്, നാലാമത്തത് സെക്ഷൻ 45L പ്രകാരമല്ല വന്നത്. നാലാമത്തെ സെക്ഷൻ 45L പ്രകാരമല്ല വന്നത്. അപ്പൊ ആൻസർ എന്താണ്, ഓപ്ഷൻ എ 1, 2, 3 ഓൺലി. അപ്പൊ എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 സെക്ഷൻ 35A BR ആക്ട് 1949 പ്രകാരവും, ഓംബുഡ്സ്മാൻ സ്കീം ഫോർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് 2018 സെക്ഷൻ 45L RBI ആക്ട് 1934 പ്രകാരവും, ഇനി ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 18 എന്താണ്, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007 പ്രകാരവുമാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടി. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 സെക്ഷൻ 35A NBFC-യുടെ ആണ് 45L എന്നുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുന്നേ CSCB-യുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് ഏത് വർഷമാണെന്നായിരുന്നു ചോദ്യം. 2007. ഏതാണ്, 2007. ഓക്കെ ആണോ? നെക്സ്റ്റിലോട്ട് പോവാമോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടോ, പഠിച്ചല്ലോ എല്ലാവരും. അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമില് ഒരു കാര്യമുണ്ട്, അതായത് എന്താണ്, ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ആരാണ് ലോഞ്ച് ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ലോഞ്ച് ചെയ്തത്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായിരുന്നു 3 സ്കീം അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നു 3 earlier ഓംബുഡ്സ്മാൻ സ്കീമിനെ ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. ഏതൊക്കെയാണ്? 3 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006, ഓംബുഡ്സ്മാൻ സ്കീം ഫോർ നാഷണൽ ബാങ്കിങ്
നാഷണൽ ബാങ്കിങ് നാഷണൽ ബാങ്കിങ് അല്ല, സോറി പറഞ്ഞപ്പോ മാറിപ്പോയി, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് 2018, ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 2019 അല്ലെ. ഈ 3 സ്കീമുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ ജനങ്ങൾക്ക്, കൺസ്യൂമേഴ്സിന്, കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ വരും. ഇത് നമുക്ക് ബാങ്കിങ് മേഖലയിൽ എന്തെങ്കിലും സർവീസ് ഡെഫിഷ്യൻസിയോ കംപ്ലൈന്റോ വരികയാണെങ്കിൽ ആർക്ക് കംപ്ലൈന്റ് കൊടുക്കണോന്നുള്ളത്. അത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 പ്രകാരമാണോ, ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് 2018 പ്രകാരമാണോ, ഇനി ഓൺലൈൻ വഴി ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വഴി എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണോ അതോ ബാങ്കിങ് ഓംബുഡ്സ്മാനോ ആണോ, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു കൺഫ്യൂഷനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് RBIOS എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് 2005 കൂടി ചേർന്നിട്ടാണോ ഇന്റഗ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല. സെക്ഷൻ 11 ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് ഇപ്പോ ഇങ്ങനത്തെ കംപ്ലൈന്റ് ഇതിന്റെ കീഴിൽ കൊണ്ടുവന്നു, അല്ലാതെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടല്ല വന്നത്. അതുപോലെ CSEBയുടെ മുൻവർഷ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണെന്ന്. 2005. ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് എന്നാണടാ 2005. നമ്മുടെ I+ന്റെ റെക്കോർഡ് ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ പവേഴ്സ് ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ അല്ലെ. ബാങ്കിങ് ഓംബുഡ്സ്മാനിന്റെ പവർ ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് എന്ന് നോക്കുക. ഓംബുഡ്സ്മാൻ ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ദ കംപ്ലൈന്റ്, കറക്റ്റ് ആണ്. ഓംബുഡ്സ്മാന് കംപ്ലൈന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഓംബുഡ്സ്മാൻ ക്യാൻ കോൾ ഫോർ ഡോക്യുമെന്റ്, ഓംബുഡ്സ്മാന് ഡോക്യുമെന്റിന് ഇതുമായിട്ട് സംബന്ധിച്ച് ഏത് ഡോക്യുമെന്റ്സ് വേണമെങ്കിലും എനി ടൈം ഹി ക്യാൻ കോൾ. Next, the ombudsman can facilitate settlement through mediation and conciliation. Ombudsman എന്താണ് സെറ്റിൽമെന്റ് നടത്തുന്നത്? മീഡിയേഷനിലൂടെ കൺസിലേഷനിലൂടെയാണ്. The ombudsman cannot pass an award എന്നാണ് പറയുന്നത്. ഓംബുഡ്സ്മാൻ എന്താണ് അവാർഡ് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ എന്താണ്? അതായത് കംപ്ലൈന്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കറക്റ്റ് ആണ്. ഓംബുഡ്സ്മാൻ ഏത് സമയത്ത് വേണമെങ്കിലും ഡോക്യുമെന്റ് വിളിക്കാൻ പറ്റുന്നുണ്ട്. ശരിയാണ്. പിന്നെ എന്താണ്? The ombudsman can facilitate settlement through mediation and conciliation. ഓംബുഡ്സ്മാന് മീഡിയേഷനും കൺസിലേഷൻ വേണം. ശരിയാണോ? Ombudsman cannot pass an award. ആൻസർ എന്താണ്? 1, 2, 3 ശരിയാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റും ഓംബുഡ്സ്മാന്. ഏത് സമയത്ത് വേണമെങ്കിലും ഡോക്യുമെന്റ്സിന് വിളിക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ആണ്. മീഡിയേഷൻ കൺസിലേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ 4ാമത്തെ പോയിന്റ് എന്താണ്? ഓംബുഡ്സ്മാൻ അവാർഡ് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഓംബുഡ്സ്മാൻ അവാർഡ് പാസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 4th ആണ് തെറ്റ്. 1, 2, 3 കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയേഷനും കൺസിലേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് കേട്ടോ. സോറി, മീഡിയേഷൻ ആൻഡ് കൺസിലേഷൻ ഓംബുഡ്സ്മാൻ മീഡിയം ആൻഡ് കൺസിലേഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാനും ഉണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്തും വരുന്നുണ്ട്. അതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് 1986 ഇല്ലായിരുന്നു, 2019 അത് വന്നത്. അപ്പൊ ഓംബുഡ്സ്മാനിലും മീഡിയേഷൻ വരുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് മീഡിയേഷൻ വരുന്നുണ്ട്. കോർട്ടിൽ നടക്കുന്ന കേസുകളിലെല്ലാം ഒത്തുതീർപ്പ് ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ മീഡിയേഷൻ വരുമ്പോ ഇതെല്ലാത്തിലും ഉണ്ട് എന്നുള്ളത് ഓർക്കണം. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മെയിൻറ്റെബിലിറ്റി ഓഫ് കംപ്ലൈന്റ്സ് അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് മെയിൻറ്റെബിലിറ്റി ഓഫ് കംപ്ലൈന്റ്സ് എന്നുള്ളത്? ആദ്യത്തത്, കസ്റ്റമർ മസ്റ്റ് ഫസ്റ്റ് അപ്രോച്ച് ദ കൺസേൺഡ് ബാങ്ക്. ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ കൺസ്യൂമർ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആദ്യം ആ ബാങ്കിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ശരിയാണോ?
ഒന്ന് പറഞ്ഞ റിപ്ലൈ ഇട്ടേ, ശരിയാണോ? യെസ്. അടുത്തത്, ബാങ്കിന് ഗെറ്റ് 30 days ടു റെസ്പോൺസ്. ബാങ്കിന് 30 ദിവസം വേണോന്ന് റെസ്പോണ്ട് ചെയ്യാൻ. ശരിയാണോ? ശരിയാണോ അവിടെ? ആണോ? യെസ്. അടുത്തത്, 1 July 2026 തൊട്ട് the complaint must be filed with the ombudsman within 90 days of receiving the bank's final reply. 1 July 2026 തൊട്ടേ ബാങ്കിന്റെ റിപ്ലൈ കിട്ടിയതിന് ശേഷം നമുക്കിപ്പോ സാറ്റിസ്ഫാക്ടറി അല്ലാന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, 90 ദിവസത്തിനുള്ളിലാണ് ഓംബുഡ്സ്മാന് ഫയൽ ചെയ്യേണ്ടതെന്ന് കംപ്ലൈന്റ്. ശരിയാണോ അവിടെ? ആണ്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്, നേരത്തെ 1 year ആയിരുന്നു. അടുത്തത്, എ കംപ്ലൈന്റ് ഓൾറെഡി പെൻഡിങ് ബിഫോർ എ കോർട്ട് ക്യാൻ ഓൾസോ ബി എന്റർടൈൻഡ് ദ ഓംബുഡ്സ്മാൻ. ശരിയാണോടെ? ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് കോർട്ടിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ കോർട്ടിന്റെ മുന്നിൽ ഇരിക്കുന്ന കേസ് ഓംബുഡ്സ്മാന്റെ മുന്നിലും എത്തിക്കപ്പെടാമെന്നും എന്റർടൈൻ ചെയ്യാമെന്നും. ശരിയാണോ? ശരിയാണോ? അല്ല, തെറ്റാണ്. കൃത്യമായിട്ട് നമ്മുടെ I+ന്റെ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? 1, 2, 3. ഓക്കെ, കറക്റ്റ് ആണ്. ലാസ്റ്റ് 4 ആണ് എന്ത്? തെറ്റ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് വരികയാണെങ്കിൽ ഫയലിംഗ് ഓഫ് കംപ്ലൈന്റ്സ് എന്ന് പറയുന്നത് ആദ്യം ഒരു കംപ്ലൈന്റ്, അതായത് ഇപ്പൊ ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് കൺസേൺഡ് ബാങ്ക് അല്ലെങ്കിൽ കൺസേൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിനെയാണ് റെഗുലേറ്റഡ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ ബാങ്കിൽ, ഏത് ബാങ്കിൽ നിന്നാണോ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടായത് ആ ബാങ്കിൽ തന്നെ നമ്മൾ കംപ്ലൈന്റ് ചെയ്യണം. കംപ്ലൈന്റ് ചെയ്തിട്ട് 30 ദിവസത്തെ സാവകാശം ബാങ്കിന് കൊടുക്കണം. ബാങ്ക് 30 ദിവസത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ തന്ന റിപ്ലൈ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിലോ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? RBI ഓംബുഡ്സ്മാന് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, RBI ഓംബുഡ്സ്മാന് നേരത്തെ 1 വർഷമായിരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പൊ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് RBI ഓംബുഡ്സ്മാന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കണം. അപ്പൊ 30 ദിവസം കഴിയാതെ, അതായത് കൺസേൺഡ് ബാങ്കിന് ഇപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, 30 ദിവസത്തിന് മുന്നേ ഓംബുഡ്സ്മാന് കൊടുത്താൽ അവിടെ എന്താണ്? റിപ്ലൈ കിട്ടത്തില്ല, റിജക്ഷൻ നടക്കും. 30 ദിവസം വരെ വെയിറ്റ് ചെയ്യണം. കൺസേൺഡ് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റഡ് എൻറ്റിറ്റി എന്നും പറയും. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യടേ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ 2026 അപ്ഡേറ്റ് ടു RBI IOS. ഇപ്പോഴേ ഇപ്പൊ പുതിയ അപ്ഡേറ്റ് വന്നു, അതനുസരിച്ചിട്ട് ഏതൊക്കെയാണ് അപ്ഡേഷൻ എന്ന് നോക്കാൻ. അപ്പൊ ഇതിലൂടെ നിങ്ങൾ വിചാരിക്കും മിസ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ തന്നേക്കുന്നതെന്ന്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചൂടെ? ആ ടോപ്പിക് കവർ ചെയ്തൂടെ? സോ ദ മാക്സിമം ലിമിറ്റ് ഫോർ ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കിയിട്ടുണ്ട്. കറക്റ്റ് ആണോടെ? കറക്റ്റ് ആണോ? ഇത് ശരിയാണോടെ? യെസ് ഓർ നോ? റെസ്പോണ്ട് ഇല്ലല്ലോ. യെസ്, ശരിയാണ്. വെരി ഗുഡ്. Compensation for mental agony and harassment increased from 1 lakh to 3 lakh. നേരത്തെ 1 ലക്ഷമാണ്. നമുക്കിപ്പോ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ 20 ലക്ഷം എന്നുള്ളത് 30 ലക്ഷമാക്കി. അതുപോലെ നമ്മളെ മാനസികമായിട്ട് ഹറാസ് ചെയ്യുകയാണ്, മെന്റലി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 1 ലക്ഷമായിരുന്നു. എന്നാൽ ഇപ്പൊ എത്രയാക്കിയിട്ടുണ്ട്? 3 ലക്ഷമാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ്, there is no maximum cap on the value of dispute itself. മാക്സിമം ക്യാപ്പ് ഡിസ്പ്യൂട്ടിന് വെച്ചിട്ടുണ്ടോ? അവിടെ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ടോ? ഇല്ല. അടുത്തത്, ബാങ്ക് must respond to the ombudsman queries within 30 days. ശരിയാണോടെ? ബാങ്ക് 30 ദിവസത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യണോന്ന് ഓംബുഡ്സ്മാൻ ക്വറീസ്. ശരിയാണോ? Bank must respond to the ombudsman queries within 30 days. അപ്പൊ എന്താണ്?
ബാങ്ക് ആരുമായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നാണ്? ഓംബുഡ്സ്മാന്റെ ക്വറീസ് എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ജൂലൈ 1, 2026 തൊട്ട് 30 ലക്ഷം എന്നുള്ളതാക്കിയിട്ടുണ്ട്. മെന്റൽ ഹറാസ്മെന്റ് 3 ലക്ഷം ആക്കിയിട്ടുണ്ട്. ഡിസ്പ്യൂട്ടിന് ഒരു മാക്സിമം ലിമിറ്റ് ഇല്ല. ബാങ്ക് എന്ന് പറയുന്നത് ഓംബുഡ്സ്മാൻ ക്വറീസുമായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത് 15 ദിവസമാണ്, 30 ദിവസമല്ല. നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യമല്ല ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 1, 2, 3 ഓൺലി. കേട്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടോടാ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാടാ? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 സെക്ഷൻ 35A ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ NBFC 2018 സെക്ഷൻ 45L RBI ആക്ട് 1934 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 2019 സെക്ഷൻ 18 PSS ആക്ട് 2007 ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 സെക്ഷൻ 45L RBI ആക്ട് 1934 എന്നാ പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്? 1 and 2 ആണോ? 1, 2, 3 മാത്രമാണോ? 2, 3, 4 ആണോ? all 4 ആണോ? all 4 ആണോ? ഒന്ന് ആലോചിച്ചേ. 1ഉം 2ഉം 3ഉം മാത്രമാണ് കറക്റ്റ്. ഇത് മൂന്നെണ്ണത്തിനെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വന്നിരിക്കുന്നത്. അപ്പൊ 1, 2, 3 ഓൺലി ആണ് എന്ത് കറക്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ അവിടെ? ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോഴത് അനങ്ങുന്നുണ്ട്. ഓക്കെ. അടുത്തത്, ഡാഷ് ബോഡി ഹാസ് ദ പവർ ടു ഓർഡർ ദ റീകോൾ ഓഫ് ഗുഡ്സ് ദാറ്റ് ആർ ഡേഞ്ചറസ് ഓർ അൺസേഫ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മളെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നേരത്തെ 1986 1986 ആയിരുന്നു. അതിനെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്തിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൊണ്ടുവന്നത്. കാരണം 2019 പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. 1986 ആക്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ആ കാര്യങ്ങളിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? ആർക്കാണ്, ഏത് ബോഡിക്കാണ് പവർ ഒരു ഗുഡ്സിനെ തിരിച്ച് വിളിക്കാനുള്ള ഒരു ഓർഡർ? അതായത് വിപണിയിൽ മാർക്കറ്റിനകത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഗുഡ്സിനെ ഇനി വിൽക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് വിളിക്കാനും, അത് ഭയങ്കര ഡേഞ്ചർ ആണെന്നും അത് ആ പ്രൊഡക്റ്റ് ഭയങ്കര അൺസേഫ് ആണെന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറയുന്നു. ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻ, ബി സ്റ്റേറ്റ് കൺസ്യൂമർ കമ്മീഷൻ, സി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ഡി നാഷണൽ കൺസ്യൂമർ കമ്മീഷൻ. ആൻസർ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, CCPA. CCPA എന്തെന്ന് പറയുന്നത്? എന്താണ് CCPA? ഒരു അപെക്സ് റെഗുലേറ്ററി ബോഡിയാണ് അല്ലെ? അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം നടത്താം. അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങളെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ. അതുപോലെ തന്നെ എന്താണ്, ഒരു പ്രൊഡക്റ്റ് അത് നമ്മുടെ സമൂഹത്തിനും കൺസ്യൂമേഴ്സിനും എഗെയിൻസ്റ്റ് ആണ്, ഹാനികരമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്കത് തിരിച്ചു വിളിക്കാം, അതിന് റീഫണ്ട് കൊടുക്കാൻ ഓർഡർ ചെയ്യാം. അവർ കൊടുക്കുന്ന പരസ്യത്തിന് എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട്? വിഡ്രോ ചെയ്യാനുള്ള ഓർഡറും കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, തെറ്റായിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പെനാലിറ്റീസും ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? CCPA ആണ്. അപ്പൊ ഈ CCPA എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അപെക്സ് റെഗുലേറ്ററി ബോഡി ആയിരുന്നു. 1986 ഈ CCPA എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. ഓക്കെ ആണോ അവിടെ? ഓക്കെ ആണോ? അപ്പൊ ആൻസർ അത്. ഓക്കെ. നെക്സ്റ്റ്, കൺസിഡർ ദ
following statement regarding mediation under the കൺസ്യൂമർ പ്രൊഡക്ഷൻ ആക്ട് 2019 അല്ലെ. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റില് ഏതൊക്കെ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിനെ കൺസിഡർ ചെയ്യുക? കൺസ്യൂമർ മീഡിയേഷൻ സെൽ ആർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട്. കൺസ്യൂമർ മീഡിയേഷൻ സെൽ ഈ നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒത്തുതീർപ്പ് ചർച്ചയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ രണ്ട് സ്റ്റുഡൻസ് കയറി തമ്മിൽ തല്ലോ ആടിയും ബഹളവും എന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറയുക. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ആസ് എ ടീച്ചർ? ഞാൻ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മീഡിയേഷൻ അത് പോട്ടെ, സാരമില്ല, ഒത്തുതീർപ്പാവുന്ന സെറ്റിൽ ആവുമെന്ന് പറഞ്ഞങ്ങ് സോൾവ് ചെയ്ത് വിടുകയാ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മീഡിയേഷൻ സെല്ല്. അപ്പൊ അവിടെ വെച്ച് ഒത്തുതീർപ്പായ പിന്നെ ആ വാദവും പ്രതിവാദവും അടിയും ബഹളവും അവിടെ ഇല്ല. ഓക്കെ. അപ്പൊ കൺസ്യൂമർ മീഡിയേഷൻ സെല്ല് ഈ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അവിടെ ചെയ്തിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലേ? നേരത്തെ ഞാൻ ഓംബുഡ്സ്മാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു ഉണ്ട് എന്നുള്ളത്. അതുപോലെ മീഡിയേഷൻ എയിംസ് അറ്റ് ഫെസിലിറ്റേറ്റിംഗ് സെറ്റിൽമെന്റ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. കൺസ്യൂമർ തമ്മിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മീഡിയേഷൻ. ശരിയാണോ? യെസ്. എവരി കൺസ്യൂമർ ഡിസ്പ്യൂട്ട് മസ്റ്റ് നെസസറിലി ബി സോൾവ്ഡ് ത്രൂ മീഡിയേഷൻ. എല്ലാ കൺസ്യൂമറിന്റെ തമ്മിൽ നെസസറി ആണ് മീഡിയേഷൻ വഴി റീസോൾവ് ചെയ്യണോന്ന്. ശരിയാണോ? നോ. വെരി വെരി ഗുഡ് അയാൻ, വെരി ഗുഡ്. അപ്പോ ഇത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മളിത് യെസ് എന്നേ കൊടുക്കത്തുള്ളൂ. കാരണം കൺസ്യൂമറിന്റെ തമ്മിൽ മീഡിയേഷൻ വഴിയല്ലേ സെറ്റിൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? എല്ലാ കൺസ്യൂമറിന്റെ തമ്മിൽ നമുക്ക് മീഡിയേഷൻ വഴി സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നോട്ട് നെസസറിലി. ഇപ്പൊ ഒരു മരണം സംഭവിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നോർമൽ കേസിൽ തന്നെ ഒരാളെ കൊന്നു, നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും? അതൊക്കെ ഗൾഫ് രാജ്യത്ത് അവരുടെ റിലേറ്റീവ്സ് ബ്ലഡ് റിലേഷൻ വന്ന് എഴുതി കൊടുത്താൽ പ്രതിയെ വെറുതെ വിടുന്നത്. ഇവിടെ അതൊന്നുമില്ല. സോ മീഡിയേഷൻ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം. ശരിയാണടെ. ഒരടിയല്ല, ഒരുപാട് അടികൾ തമ്മിൽ ഉള്ള ഒരു ഒരു റെസൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ തരുന്ന ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മീഡിയേഷൻ. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ്? 1, 2 and 4 are correct and 3 is incorrect. Right അല്ലേ? Okay അല്ലേ? Can we move to the next question? Yes. Okay. Which of the following is specifically recognized as an unfair trade practice under the Consumer Protection Act 2019? As a commerce student or what? As we learn the cooperative principles of Rochdale Pioneers അല്ലെ, അൺഅഡൾട്ട് ഗുഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് ക്വാളിറ്റി ആയിട്ടും ക്വാണ്ടിറ്റി ആയിട്ടും നല്ല ഫെയർ പ്രൈസിന് ആയിട്ടുള്ള കാര്യങ്ങളെ ജനങ്ങൾക്ക് വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ അൺഫെയർ ആയിട്ടുള്ള വ്യാപാര പ്രാക്ടീസ് ഒന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതിനാണല്ലോ ഈ നിയമം വന്നത്, കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. So the option A, providing accurate information about a product. ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജെന്യൂൻ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്, false representation about the quality or a standard of food, issuing a proper bill to the consumer. പറഞ്ഞേ, ഇവിടെ എന്താ പറയുന്നത്? ഇതിൽ ഏതാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചു നോക്കണം. ഫെയർ അല്ല കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്, എന്താടാ അൺഫെയർ ആയിട്ടുള്ളത്. അപ്പൊ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കണം, അത് വേണ്ടതല്ലേ? ജെന്യൂൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കണം, അത് നമുക്ക് വേണ്ടതാണ്, ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ഒരു ഗുഡ്സിന്റെ സ്റ്റാൻഡേർഡിനെ ക്വാളിറ്റിനെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ളത് കൊടുക്കണോന്ന്. അത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് എന്ത്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇഷ്യൂയിങ് എ പ്രോപ്പർ ബിൽ ടു ദ കൺസ്യൂമർ. കൺസ്യൂമറിന് പ്രോപ്പർ ബില്ല് നമുക്ക് കിട്ടേണ്ടത്, ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളല്ലേ, റൈറ്റ്സ്. അപ്പൊ ഇവിടെ എന്താണ് തെറ്റ്? സി ആണ് തെറ്റ്. അപ്പൊ നമുക്ക് പല ക്വസ്റ്റ്യൻസും എക്സാമിന് പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോ ടഫാണ്, നമുക്ക് കിട്ടത്തില്ല എന്ന് തോന്നും. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ. 9. Question number 9.
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൊഡക്റ്റ് ലയബിലിറ്റി അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പൊ പ്രൊഡക്റ്റ് ലയബിലിറ്റി ഒക്കെ I+ന്റെ റെക്കോർഡ് ക്ലാസ് കേട്ടവർക്കും പഠിച്ചവർക്കും ഒക്കെ നല്ലതോണം അറിയാം. എന്താണ് പ്രൊഡക്റ്റ് ലയബിലിറ്റി? നോക്കാം, ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. The Act contains provisions relating to product liability. ഈ ആക്ടിനകത്ത് പ്രൊഡക്റ്റ് ലയബിലിറ്റിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. And next, a product manufacturer may be liable for harm caused by defective product. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തി ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആവുകയാണെങ്കിലോ ആ പ്രൊഡക്റ്റിന്റെ മേളിൽ എന്തെങ്കിലും ഹാംഫുൾ സംഭവിക്കുകയാണെങ്കിലോ അദ്ദേഹം ലൈബിൾ ആണ്, ഉത്തരവാദിയാണ് എന്നാ പറയുന്നത്. And next option is product liability provisions apply only to manufacturers, not to service providers. അപ്പൊ പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡേഴ്സിനല്ല. അപ്പൊ ആൻസർ അറിയാവോ നിങ്ങൾക്ക്? പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പറഞ്ഞ 1 മാത്രമാണോ? 2 and 3 മാത്രമാണോ? അതോ എല്ലാം ഉണ്ടോ? 1ഉം 2ഉമാണ് അല്ലെ? 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3 റോങ് ആണ്. കാരണം പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സിനും ഉണ്ട്, സർവീസ് പ്രൊവൈഡേഴ്സിനും ഉണ്ട്, സെല്ലേഴ്സിനും ഉണ്ട്. ഇവര് 3 പേരും ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ട് അതിന്റെ മേളിൽ കൺസ്യൂമറിന് എന്തെങ്കിലും ഹാമോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റോ ആയാൽ അവരാണ് ലൈബിൾ. സോ ഇവിടെ എന്താണ്, മാനുഫാക്ചേഴ്സിന് മാത്രമല്ല സർവീസ് പ്രൊവൈഡേഴ്സ് ഓൾസോ എന്താണ്, ലൈബിൾ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ പറഞ്ഞ ആൻസർ എന്താ? 1 and 2 അല്ലെ? 1 and 2. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following is a significant features of the Consumer Protection Act 2019 in relation to e-commerce എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ എന്താണ് ഓപ്ഷൻ? എന്താ പറഞ്ഞേ? it excludes online transactions from consumer protection അല്ലെ? എന്താ പറയുന്നത്? ഓൺലൈൻ ട്രാൻസാക്ഷനിൽ നിന്ന്, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് റെക്കഗ്നൈസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ദ ഡിജിറ്റൽ ഇ-കൊമേഴ്സ് എൻവയോൺമെന്റ്. ഇറ്റ് അപ്ലൈസ് ഓൺലി ടു ഓഫ്ലൈൻ പർച്ചേസ്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഓൺ ഓൺലൈൻ പർച്ചേസ്. അപ്പൊ എന്താണ് ഓപ്ഷൻസ് എന്ന്? എന്താ? ഇറ്റ് റെക്കഗ്നൈസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ദ ഡിജിറ്റൽ ഇ-കൊമേഴ്സ് എൻവയോൺമെന്റ്. അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്തും കൂടി വന്നിട്ടുണ്ട്? ഓൺലൈൻ പ്രശ്നങ്ങൾ, ഡിജിറ്റൽ ഇ-കൊമേഴ്സ് എൻവയോൺമെന്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നാ പറയുന്നത്. ആദ്യത്തെ ഓപ്ഷനിനകത്ത് ഇല്ല എന്നാ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഓഫ്ലൈൻ പർച്ചേസ് മാത്രമാണെന്നാ പറയുന്നത്. നാലാമത്തത് ഓൺലൈൻ പർച്ചേസിന് പ്രോഹിബിറ്റ് ചെയ്തു എന്നാ പറയുന്നത്. അല്ല, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഡിജിറ്റൽ ഇ-കൊമേഴ്സ് എൻവയോൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലോ എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പിങ്ങോ ഓൺലൈൻ പർച്ചേസിങ്ങോ നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത്, ആ സമയത്തിൽ നമുക്കറിയാം, ഈ ഓൺലൈൻ വന്ന സമയത്തില് കാലഘട്ടങ്ങളില് നമ്മൾ ഒരുപാട് ന്യൂസിലും ടിവിയിലൊക്കെ കോമഡി സ്റ്റാറിലൊക്കെ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട് അല്ലെ? മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് പാർക്ക് അല്ലെങ്കിൽ ഈ ചക്കക്കുരു, ഇതൊക്കെയാണ് അവർ പൊതിഞ്ഞു കൊടുത്ത് വിട്ട് നമ്മളെ പറ്റിക്കുന്നത്. ഇപ്പൊ അത് പറ്റത്തില്ല. കൃത്യമായിട്ടും ഈ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ സെല്ലറിന്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യണം. അതിന് വാറന്റിയോ ഗ്യാരന്റിയോ ഉണ്ടെങ്കിൽ
ഡിസ്ക്ലോസ് ചെയ്യണം. അത് മാത്രമല്ല അതിനകത്ത് റീപ്ലേസ്മെന്റോ റീഫണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളത്. അങ്ങനെ കൃത്യമായിട്ട് സെല്ലറിന്റെ പേരും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ഹിം അല്ലെ. അപ്പൊ നമ്മൾ കൂടുതൽ എന്താണ് നമുക്ക് പ്രൊട്ടക്ഷനും കിട്ടും, ഈ സെല്ലർ കൂടുതൽ ചീറ്റ് ചെയ്യുകയും ഇല്ല. അപ്പൊ ഓൺലൈൻ എന്ന് പറയുന്ന സംഭവം 2019 ആഡ് ചെയ്തിട്ടുണ്ട്. 1986 ഇത് ഇല്ലായിരുന്നു. അതും ഒരു ഡിഫറൻസ് ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ 1986 ഇല്ലാത്തതുകൊണ്ടാണ് 2019 അത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആൻഡ് ദിസ് വൺ ഈസ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അണ്ടർ ദ ഒറിജിനൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അല്ലെ, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പെക്യൂണിയറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻ വാസ് എത്രയാണ്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻസിന്റെ ലിമിറ്റ് എത്രയാണ്? 20 ലക്ഷം രൂപ വരെയാണോ? 50 ലക്ഷം രൂപ വരെയാണോ? 1 കോടി രൂപ വരെയാണോ? 2 കോടി രൂപ വരെയാണോ? എത്രയാണ്? ഒരു ബി. എടാ തെറ്റാണ് കേട്ടോ, അത് നേരത്തതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം അപ് ടു 1 crore ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ് ടു 1 crore ആണ് കേട്ടോ. അപ് ടു 1 crore ആണ് ആൻസർ. അപ്പൊ അപ് ടു 1 crore ആണെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പഠിച്ചാലോ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് പല രീതിയിലും ചോദിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് കമ്മീഷനെയാണ് ആദ്യം സമീപിക്കേണ്ട. 1 കോടി രൂപ വരെയുള്ളതാണെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മീഷൻ. ഡിസ്ട്രിക്ട് കമ്മീഷനിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ട സ്റ്റേറ്റ് കമ്മീഷൻ. സ്റ്റേറ്റ് കമ്മീഷന് കൊടുക്കേണ്ടത് 1 കോടി തൊട്ട് 10 കോടി വരെ. അവിടെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ. നാഷണൽ കമ്മീഷന് 10 കോടി രൂപയിൽ എബവ് തൊട്ടാണ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് റിസൾട്ട് സാറ്റിസ്ഫൈ അല്ല വിധി വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ മൂവ് ഇൻ ടു ദ സുപ്രീം കോർട്ടാണ്, അല്ലാതെ ഹൈക്കോർട്ട് അല്ല. അപ്പൊ 1 കോടി, 1 കോടി ടു 10 കോടി, എബവ് 10 കോടി, ഇങ്ങനെയാണ് കമ്മീഷൻ ജുറിസ്ഡിക്ഷൻസ് അപ്പീൽ വരുന്നത്. ഓക്കെ ആണോടാ? കൃത്യമായിട്ട് എക്സാമിന് പഠിച്ചിട്ട് വേണം. ഓക്കെ ആണോ? വെരി ഗുഡ്, ഗുഡ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എന്താ കൺസ്യൂമർ റൈറ്റ്സ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു. ഇവിടെ എക്സാമിന് നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടോ ചോദിക്കും. കൺസ്യൂമറിന്റെ അവകാശങ്ങൾ ഏത് സെക്ഷനകത്താണ് പറയുന്നത്? ഏത് സെക്ഷനകത്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 9 പറയുന്നത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ അല്ലെ. അപ്പൊ സേഫ് ആയിരിക്കണം, ചൂസ് ചെയ്യണം, ഹേർഡ് ചെയ്യണം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇത് 4 നമ്മൾ പഠിച്ചില്ലേടാ? ഓൺലൈൻ ക്ലാസ് കയറി കണ്ട് പഠിച്ചില്ലേ നമ്മളെല്ലാം? നല്ല സൂപ്പർ ആയിട്ട് എക്സാമ്പിൾ ഒക്കെ ഇട്ട് പഠിച്ചില്ലേ നമ്മൾ? അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി 1 2 3 4. അപ്പൊ എന്തൊക്കെയാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു സേഫ് അല്ലെ. സേഫ്റ്റിയിൽ എന്താ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇപ്പൊ ഒരു കളിപ്പാട്ടം എടുത്തു. ആ കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഞെക്കുമ്പോ കൈ പൊങ്ങി വരുന്നയാ. കുഞ്ഞോവ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് സ്വിച്ച് നെക്കുകയാണെങ്കിൽ കൈ പൊങ്ങിയൊന്ന് കുഞ്ഞിന്റെ കണ്ണിലും മുഖത്തൊക്കെ തട്ടി പരിക്ക് പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കാമോ? അതൊരു ഉദാഹരണം. അതുപോലത്തെ സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കാവുള്ളൂ. അതുപോലെ റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ ഒരാൾക്ക് അലർജി കാണും. ഒരു ഓയിന്റ്മെന്റ് വാങ്ങുമ്പോൾ അവരത് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്താൽ നമുക്ക് അലർജിറ്റിക് ആവില്ലേ? സോ ആ പ്രൊഡക്റ്റിനകത്ത് എന്തൊക്കെ കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ റൈറ്റ് ടു ചൂസ് നമ്മൾ പഠിച്ചതാണ്. ഒരു മൊബൈൽ ഫോണോ ഡ്രസ്സോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മൾ അടിച്ചേൽപ്പിക്കും. അവരുടെ ഷോപ്പിൽ ഏതാണോ കൂടുതൽ ഫോൺ ഉള്ളത് അത് നല്ലതാണ്, ഇത് നല്ലതാണ്, നമ്മളുടെ അവകാശമാണ്. നമുക്ക് ചൂസ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കംപ്ലൈന്റ് ആ വിൽക്കുന്ന ആള് കേൾക്കാൻ ബാധ്യസ്ഥനാണ്, അത് പരിഹരിക്കാനും ബാധ്യസ്ഥനാണ്.
റൈറ്റ് ടു റീ അഡ്രസ് അല്ലെ, നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള അവകാശങ്ങളുണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. നമുക്കിത് പഠിക്കാൻ സിലബസിൽ ഉള്ളത് കൊണ്ട് നമുക്കിത് അറിയാം, നമ്മളുടെ അവകാശങ്ങൾ എന്നതാണെന്ന്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്കോ സമൂഹത്തിൽ പലർക്കും ഇതിനെ പറ്റിയിട്ട് അവെയർ അല്ല. സോ അവർക്ക് സെമിനാറും ക്യാമ്പയിൻസോ പ്രോഗ്രാമും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 2019 അവകാശങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഒരുപാട് കള്ളത്തരങ്ങൾ നിർത്താനാവും, നമ്മുടെ അവകാശങ്ങളെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ ആണോ അവിടെ? അപ്പൊ കൺസ്യൂമറിന്റെ ഡെഫിനേഷൻ ഒന്നും കൂടി പറഞ്ഞിട്ടൊന്ന് നിർത്താം. കൺസ്യൂമറിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പറയുന്നത് അല്ലെ. അപ്പൊ ആരാണ് ഈ കൺസ്യൂമർ എന്നാ പറയുന്നത്? ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാന് ഒരു സാധനം വാങ്ങിച്ചിട്ട് വിൽക്കുകയാണ് റീറ്റെയിൽ ഷോപ്പിൽ, എങ്കിൽ എന്നെ കൺസ്യൂമർ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം ഞാൻ വിൽപ്പനക്കാരനാണ്. പ്രൊഡക്റ്റ് ലയബിലിറ്റി അനുസരിച്ച് ഈ നിയമപ്രകാരം പറയുന്നു, മാനുഫാക്ചറും സർവീസ് പ്രൊവൈഡറും സെല്ലറും ഒരു പ്രൊഡക്റ്റിൽ ഹാമോ അല്ലെങ്കിൽ ഡാമേജോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അവർ ലൈബിൾ ആണ് എന്നുള്ളത്. അപ്പൊ സാധനം വാങ്ങുന്ന അതായത് ഇപ്പൊ ഞാൻ കുറെ സ്റ്റോക്കുകൾ ഇറക്കുന്നു, അത് കൊമേഴ്ഷ്യൽ പർപ്പസിനോ വ്യാപാരത്തിനോ വേണ്ടിയിട്ടാണെങ്കിൽ ആ ആളെ കൺസ്യൂമർ എന്ന് പറയത്തില്ല എന്നാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പറയുന്നത്. ഓക്കെ, അതുപോലെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കംപ്ലൈന്റ് ഇലക്ട്രോണിക്കലി വഴി ഫയൽ ചെയ്യാം. പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡേഴ്സും മാനുഫാക്ചേഴ്സും സെല്ലേഴ്സും ഈക്വൽ ആണ്. മീഡിയേഷൻ എന്ന് പറയുന്നത് ഈ കമ്മീഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഡിസ്പ്യൂട്ടിന് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെതിരെ ആക്ഷൻസ് എടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ കുറെ റൈറ്റ്സ് നമ്മൾ ഇവിടെ പഠിച്ചു. ഓക്കെ, തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. CCPA കുറെ അന്വേഷിച്ചിട്ട് പുറപ്പെടുവിപ്പിക്കുന്ന ഓർഡർ നിരസിക്കുകയാണ്. നോൺ കംപ്ലൈ ചെയ്ത് വീണ്ടും ആ പ്രൊഡക്റ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് 20 ലക്ഷം രൂപയെ ഫൈൻ അല്ലെങ്കിൽ 6 മാസം വരെ തടവൊക്കെ കിട്ടും. ഇനി തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം തൊട്ട് 3 വർഷം വരെ കൺസ്യൂമർ തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടാം. ഫൈൻ 2000 രൂപ, അതാ 10,000 രൂപ വരെ ആ ഫൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അല്ലെ. അപ്പൊ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ, ആൻസർ പറയോ ഇല്ലയോ എന്ന് നോക്കണമല്ലോ. സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ ഏതൊക്കെയാണടാ? സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകള് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ ഏതൊക്കെയാണ്? പറയാമോ? എത്ര എണ്ണം ഉണ്ട്? ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന. ഈ 3 മെയിൻ സ്കീമുകളാണ് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി. ഒന്നും കൂടി പറയാം, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന ആർ ദ 3 മെയിൻ സ്കീം ഉണ്ട് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. അപ്പൊ അത് ലോഞ്ച് ചെയ്തത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാണ് ലോഞ്ച് ചെയ്തത്? എന്നാ 9th മെയ് 2015. ഈ 9th മെയ് 2015 തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് സുരക്ഷാ ബീമാ യോജനയും അതുപോലെ തന്നെ നമ്മുടെ അടൽ പെൻഷൻ യോജന ലോഞ്ച് ചെയ്തതാണ് മെയ് 9, 2015 കേട്ടോ. ലോഞ്ച് ചെയ്തതാണ് മെയ് 9, 2015. ഓക്കെ ആണോ? അടുത്തത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ഈസ് പ്രൈമർലി എന്തിനാണ്? പെൻഷൻ സ്കീമാണോ, ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണോ, ലൈഫ് ഇൻഷുറൻസ് സ്കീമാണോ, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണോ? പറഞ്ഞേ. ലൈഫ്, ജീവിതം, നമ്മുടെ ജീവനാണ് പ്രധാനം. ജീവൻ നോക്കുമ്പോൾ ലൈഫ്, ജീവന്റെ ഇംഗ്ലീഷ് ലൈഫ് ഇൻഷുറൻസ് സ്കീം, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അടുത്തത്
ഇത് പോകുന്നതാണ്, നിങ്ങൾ ആൻസർ കാണുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദ എൻട്രി ഏജ് എലിജിബിലിറ്റി ഓഫ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന? എൻട്രി ഏജ് ഏതാടാ? 18 തൊട്ട് 50 വയസ്സ് വരെയാണ് എന്ത് എൻട്രി ഏജ് എന്ന് പറയുന്നത്. എൻട്രി ഏജ് എന്ന് പറയുന്നത്. അപ്പൊ എൻട്രി ഇൻ ടു ദ സ്കീം, ഒരു സ്കീമിൽ എൻട്രി ചെയ്യാനുള്ള പ്രായം 50 വയസ്സ് വരെയും അന്ന് റിന്യൂവൽ ചെയ്യാനുള്ള ആനുവൽ റിന്യൂവൽ 55 വയസ്സ് വരെയുമാണ്. ശ്രദ്ധിക്കോ, എൻട്രി ഏജ് 18 തൊട്ട് 50, എന്നാൽ ആനുവൽ റിന്യൂവൽ അപ് ടു 55 വയസ്സ് വരെയാണ്. ശ്രദ്ധിച്ചോളണം. അതുപോലെ തന്നെ ഇതിന്റെ ഇൻഷുർഡ് എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഇൻഷുർഡ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 2 ലക്ഷമാണ്. What is the annual premium payable under Pradhan Mantri Jeevan Jyoti Bima Yojana as per the current rate in your notes? 330, 342, 436, 500, 436 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്ക്, കൃത്യമായിട്ട് പഠിച്ചോണം. Which of the following is required for enrollment in Pradhan Mantri Jeevan Jyoti Bima Yojana? നമുക്കറിയാം എന്താണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയില് നമ്മൾ എടുക്കേണ്ട അക്കൗണ്ട് ഏതാണടാ? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം. അതിനകത്ത് എന്തായിരിക്കണം? ബാലൻസ് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ പ്രീമിയം ഓട്ടോമാറ്റിക് അവർ ഡെബിറ്റ് ചെയ്ത് എടുക്കും. ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുകയും വേണം. ഓക്കെ, ഓക്കെ ആണോ? എന്താ വേണ്ടത്? സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കണം. നമ്മൾ കൺസെന്റ് കൊടുക്കണം. പ്രീമിയം ഓട്ടോ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലക്ഷം വരെയാണ് ഇൻഷുറൻസ്, അല്ലെ? ഇനി ഇത് ആർക്കാണ് ഇതൊക്കെ കിട്ടുന്നത്? പുവർ, പാവപ്പെട്ടതും അൺപ്രിവിലേജ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റീസിലുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ഇംപ്ലിമെന്റ് ചെയ്തത് ആരാടാ? ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണെന്ന് അറിയാമോ? വെരി ഗുഡ്, LIC ആൻഡ് അതർ ലൈഫ് ഇൻഷുറൻസ് ത്രൂ ബാങ്ക് ആണ്. സ്കീം ഓഫേർഡ് ചെയ്തത് ആരാണെന്ന് അറിയാമോ? സ്കീം ഓഫേർഡ് ചെയ്തത് പബ്ലിക്കും പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയാണ്. പബ്ലിക്കും പ്രൈവറ്റ് സെക്ടർ, വെരി ഗുഡ്, പബ്ലിക്കും പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയാണ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന. ഇതൊരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. കറക്റ്റ്. എൻട്രി ഏജ് 18 തൊട്ട് 50 ആണ്. കറക്റ്റ്. പ്രീമിയം കളക്ട് ചെയ്യുന്നത് ഓട്ടോ ഡെബിറ്റ് വഴിയാണ്. കറക്റ്റ് അല്ലെ? സേവിങ്സ് അക്കൗണ്ട്. ഇൻഷുറൻസ് കവറേജ് 4 lakh ആണ്. അല്ല, ഇൻഷുറൻസ് കവറേജ് 2 lakh ആണ്. അപ്പൊ കറക്റ്റ് 1, 2, 3 ഓൺലി ആണ് കേട്ടോ. 1, 2, 3 ഓൺലി ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ ആനുവൽ പ്രീമിയം പേബിൾ അണ്ടർ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന? അപ്പൊ നമുക്ക് ഇനി അടുത്ത നമ്മുടെ സുരക്ഷാ ഭീമ യോജനയിലോട്ട് പോവാം. സുരക്ഷാ ഭീമ യോജന ലോഞ്ച് ചെയ്തത് May 9, 2015 അല്ലെ? ലോഞ്ച് ചെയ്തത് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിലാണ്. ലോഞ്ച് ചെയ്തത് നരേന്ദ്രമോദിയാണ്, അല്ലെ? ഇത് ഏത് ടൈപ്പ് ഇൻഷുറൻസ് ആണടാ? ഇത് ഏത് ടൈപ്പ് ഇൻഷുറൻസ് ആണത്? ആൻസർ അല്ല ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ഇൻഷുറൻസ് ആണ്? ഇതൊരു ആക്സിഡന്റൽ ആണ്, അല്ലെ? ആക്സിഡന്റ്. കാരണം ജീവൻ ജ്യോതി എന്ന് പറയുമ്പോൾ ലൈഫ്, സുരക്ഷ നമ്മൾ എപ്പോഴും വേണ്ടത് എന്തോന്നാണ്? ആക്സിഡന്റിലാണ് കേട്ടോ, ആക്സിഡന്റ്. അപ്പൊ ഇവിടത്തെ ആനുവൽ പ്രീമിയം നേരത്തെ 12 ആയിരുന്നു, ഇപ്പൊ എത്രയാണടാ? 20 രൂപയാണ് കേട്ടോ. 20. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. സുരക്ഷാ ഭീമ യോജന ആക്സിഡന്റൽ ആണ്. 18 തൊട്ട് 70 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? 18 തൊട്ട് 70 വയസ്സ് വരെയാണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്, അല്ലെ? എൻട്രി ചെയ്യേണ്ട പ്രായപരിധി 18 തൊട്ട് 70 വയസ്സ് വരെയാണോ? ആണോടെ? ആണോ? 2 ലക്ഷമാണ് ആക്സിഡന്റൽ ഡെത്തിനോ ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റിക്കോ കിട്ടുന്നത്.
1 ലക്ഷമാണ് പാർഷ്യൽ പെർമനന്റ്. ശരിയാണോ? അതെ, ഇതൊരു ആക്സിഡന്റിലാണ്. 18 തൊട്ട് 70 വയസ്സ് വരെയാണ്. പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ മരണപ്പെടുകയാണ് ആക്സിഡന്റ് വഴിയെങ്കിൽ 2 ലക്ഷം. പാർഷ്യൽ ഡിസബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ 1 ലക്ഷവുമാണ് അവിടെ പറയുന്നത്. ഓക്കെ. ഇവിടെ എന്ത് തന്നെയാണ് നേരത്തെ കണക്ക് സേവിങ്സ് അക്കൗണ്ട് ആണ് വേണ്ടത്. സേവിങ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലോ നമ്മൾ എന്ത് ചെയ്യണം? കൺസെന്റ് കൊടുക്കണം. എന്നാലേ അവരെന്ത് ചെയ്യത്തുള്ളൂ? ഓട്ടോമാറ്റിക് ഡെബിറ്റ് ചെയ്തെടുക്കത്തുള്ളൂ. ഇനി ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ആൻസർ അറിയാവോ? പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി ത്രൂ ബാങ്ക്. പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി ത്രൂ ബാങ്ക്, PSGIC. ഓക്കെ ആണോ? ഇപ്പൊ ഓൾ ആണ് എന്റെ ആൻസർ. അടുത്ത, അടൽ പെൻഷൻ യോജന primarily aims to provide pension benefits to. അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് പെൻഷൻ ബെനിഫിറ്റ് ആർക്കാണ് കൊടുക്കുന്നത്? ഗവൺമെന്റ് എംപ്ലോയീസ് ആണോ? അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ വർക്കേഴ്സിനാണോ? സീനിയർ സിറ്റിസന് മാത്രമാണോ? അഗ്രികൾച്ചർ ലേബറേഴ്സിന് മാത്രമാണോ? അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് നമുക്കറിയാം പെൻഷൻ ആണ്. അത് അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലെ? ഇപ്പോ എന്താണ്, ഗാർഡനേഴ്സിന്, വാച്ച്മാന്, സ്ഥിര വരുമാനം ഇല്ലാത്ത പ്രൈവറ്റ് സെക്ടറിലുള്ള അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് കൊടുക്കുന്ന പെൻഷൻ ബെനിഫിറ്റ് ആണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ഓൾഡ് ഏജ്, പ്രായമുള്ളവർക്ക് അവരുടെ ഇൻകം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നതാണ്. ഓക്കെ. അതുപോലെ ഇതിന്റെ മാക്സിമം ഗ്യാരണ്ടീഡ് മന്ത്ലി പെൻഷൻ എത്രയാണ്? 5000 രൂപയാണ് കേട്ടോ. പല സ്ലാബുകളുണ്ട്. മാക്സിമം 5000 രൂപയാണ് വരുന്നത്. അപ്പൊ അടൽ പെൻഷൻ യോജന എന്ന് പറയുമ്പോൾ മെയ് 9, 2019 ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മൂന്നും, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അതുപോലെ എന്താ നമ്മുടെ അടൽ പെൻഷൻ യോജന, ഇതെല്ലാം എന്താണ് മെയ് 9, 2015 വന്നതാണ്. എന്നാൽ അടൽ പെൻഷൻ യോജന എഫക്റ്റീവ് ആയത് ജൂൺ 1, 2015 എന്നോട്ടാണ്. ജൂൺ 1, 2015 തൊട്ടാണ്. ജൂൺ 1, 2015 തൊട്ടാണ് എഫക്റ്റീവ് ആയത്. ലൊക്കേഷൻ കൊൽക്കട്ടയാണ്. ഇത് ഏത് യോജന റീപ്ലേസ് ചെയ്താണ് വന്നത്? ഏത് യോജനയെ റീപ്ലേസ് ചെയ്തതാണ്? അടൽ പെൻഷൻ. വെരി ഗുഡ്. സ്വാവലംബൻ യോജനയെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. വെരി വെരി ഗുഡ്. ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, PFRDA. എന്താണ്? PFRDA. ഓക്കെ ആണോ? ഓക്കെ. Consider the following statement regarding അടൽ പെൻഷൻ യോജന. എൻട്രി ഏജ് 18 തൊട്ട് 40 വരെ ആണോടെ? ആണോടെ? ഇത് ഓട്ടോമാറ്റിക് മൂവ് ചെയ്ത് പോവേണ് കേട്ടാ. എൻട്രി ഏജ് 18 തൊട്ട് 40 വരെ ആണ്. സബ്സ്ക്രൈബേഴ്സ് 60 വയസ്സ് ആണ്. സബ്സ്ക്രൈബേഴ്സിന്റെ ഡെത്ത് കഴിഞ്ഞാൽ സ്പൗസിന് റിസീവ് ചെയ്യാൻ പറ്റും. ആണോ? സ്പൗസിന് പെൻഷൻ കിട്ടുമാണോ? യെസ്. അപ്പൊ ഇങ്ങനെ വേണം നമുക്ക് പഠിക്കാം. ഇത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ പഠിച്ച പെട്ടെന്ന് നമുക്ക് കിട്ടും.
അപ്പൊ 1, 2, 3 and 4 ആണ് കറക്റ്റ്. ഇനി അടുത്ത ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ബൈ. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആരാണ് യൂസ് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്ന ആരാ? ബാങ്ക്. വെരി ഗുഡ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് CSEB-യുടെ. ഇനി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ദ പേഴ്സൺ ഹു പർച്ചേസസ് ഓർ റിക്വസ്റ്റ് ദ DD ഈസ് ജനറലി നോൺ ആസ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ പറയുന്ന പേരെന്താണ്? ഇപ്പൊ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താന്ന് ചോദിച്ചാ നമുക്ക് 3 പേരുടെ ഒരു കാര്യം എടുക്കാം. ഒന്ന് ബാങ്ക്, ഒന്ന് എടുക്കുന്ന ആള്, ഒന്ന് വാങ്ങുന്ന ആള്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രം SBIയിൽ പോയിട്ട് ഇപ്പൊ ഞാന് ഇതിനകത്ത് ആരാടെ ഉള്ളത്? അയാന്റേന്ന് ഞാന് കോഫി മെഷീൻ വാങ്ങിച്ചു. ഓക്കെ, ഞാൻ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ റെഡി അല്ല, എനിക്ക് എന്താണ് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പിന്നെ തന്നില്ലെന്ന് പറഞ്ഞാലോ? ഓക്കെ, അത് മാത്രമല്ല അയാനൊരു വിശ്വാസം പോരാ, പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് ആ സാധനം തരാൻ. സോ ഞാൻ ബാങ്കിൽ പോയി അയാന്റെ പേരില് 25,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തു. അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയോ ഞാൻ എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ബാങ്ക്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തത് ആരാണ്? ഞാൻ. ആരുടെ പേരില്? അയാന്റെ പേരില്. ഓക്കെ, അപ്പൊ അയാന് ഈ സെയിം ബാങ്കിന്റെ SBIയുടെ ഏത് ബ്രാഞ്ചസിൽ വേണമെങ്കിലും പോയി മാറാം, വേറൊരു ബാങ്കിൽ മാറാൻ പറ്റൂല. ഡിമാൻഡ് ഡ്രാഫ്റ്റ് സൈൻ ചെയ്യുന്നത് ബാങ്ക് ഒഫീഷ്യൽസ് ആണ്, നമ്മൾ കസ്റ്റമേഴ്സ് അല്ല. അപ്പോ അയാൻ മുംബൈയിലെ SBI ബാങ്കില് ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൊണ്ടുപോയി മാറുന്നു. അപ്പൊ അയാൻ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോഴാ കൊടുക്കുന്നത്. അല്ലാതെ ബാങ്ക് പറയൂല ഞാൻ ചെന്നു അയാന്റെ പേരിൽ എടുത്തു, അയാനെ വാ പൈസ തരാന്ന് പറയൂല. അയാൻ എപ്പോ ഡിമാൻഡ് ചെയ്യുന്നു ആ സമയത്താണ് കൊടുക്കുന്നത്. അപ്പൊ പൈസ കിട്ടുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? പേയി. അപ്പൊ ഇവിടെ അയാനല്ലേ പർച്ചേസ് ചെയ്തത്, DD വാങ്ങിച്ചത്, അപ്പോ പേയി. ഓക്കെ ആണേ. Which of the following is a major characteristics of a demand draft? It is payable only after the drawer's approval. ഡ്രോയറിന്റെ അപ്രൂവലിന് ശേഷമാണ് അത് പേ ചെയ്യുന്നത്. ഡിമാൻഡ് സമയത്താണ് പേ ചെയ്യുന്നത്. ഇഷ്യൂ ഓൺലി ബൈ ഇൻഡിവിജ്വൽ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ പേയ്മെന്റ് ഇൻ അഡ്വാൻസ്. ആൻസർ എന്താ? അത് ഡിമാൻഡ് സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പേ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പേയബിൾ ഓൺലി ഓൺ ഡിമാൻഡ്. അടുത്തത്, which of the following can generally be kept in a bank locker? ഏത് മാത്രമേ ബാങ്ക് ലോക്കറിൽ വെക്കത്തുള്ളൂ? എക്സ്പ്ലോസീവ് വെക്കോടെ, എക്സ്പ്ലോസീവ്. ഇലീഗൽ ഡ്രഗ് വെക്കോടെ, ഹസാഡിയസ് കെമിക്കൽ വെക്കോ? ഇല്ല. എന്ത് മാത്രമേ വെക്കത്തുള്ളൂ? ജുവലറി ആൻഡ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. അപ്പൊ ഏതൊക്കെയാണ് എക്സ്പ്ലോസീവ്, ഇലീഗൽ ഡ്രഗ്സ്, പെറിഷബിൾ ഐറ്റം, ഹസാഡിയസ് കെമിക്കൽ ഒന്നും വെക്കത്തില്ല. Consider the following statement regarding a bank draft. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ കാലാവധി എത്രയാണ്? വാലിഡിറ്റി പീരീഡ് 3 മാസം. The pays the person entitled to receive the amount. ആണോ? പേയി ആണ് എമൗണ്ട് കിട്ടുന്നത്. അതെ. Remitter is the person who purchases the DD. Remitter ആണോ DD പർച്ചേസ് ചെയ്യുന്നത്? ട്രാൻസ്ഫറർ. It is generally payable on demand. ആൻസർ എന്താണ്? കറക്റ്റ്. 4 കറക്റ്റ് ആണ്. അപ്പോ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു, ആർക്കാണോ എമൗണ്ട് കിട്ടുന്നത് അവരെ എന്തെന്ന് പറയുന്നുണ്ട്? പേയി എന്ന് പറയുന്നു. റെമിറ്റർ ആരാണോ വാങ്ങുന്നത്, ഞാനല്ലേ പോയി വാങ്ങുന്നത്, അപ്പൊ എന്നെ റെമിറ്റർ, ട്രാൻസ്ഫറർ ഞാനല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്ന അയാന്. ഇത് ഡിമാൻഡ് സമയത്താണ് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ എന്തുമാത്രം ക്വസ്റ്റ്യനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അതിന്റെ കണ്ടന്റുകൾ, ഇമ്പോർട്ടന്റ് കണ്ടന്റുകളും നമ്മൾ പഠിച്ചു പോയി. അപ്പൊ ഈ രീതിയിൽ വേണം പഠിക്കാൻ. കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നത്. ഓക്കെ ആണോ? ലൈവ് ക്ലാസ് ഓക്കെ ആണോ?
മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണ്. എല്ലാരും പഠിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക, എന്നിട്ടേ പുതിയ കാര്യങ്ങൾ പഠിക്കാവുള്ളൂ. റിവിഷൻ ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇമ്പോർട്ടന്റ്. ഇങ്ങനെ പഠിച്ച് പോയിട്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കണം. പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഉറപ്പിച്ച് തറപ്പിച്ച് പഠിക്കാമെന്ന് വെച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. ഡെയിലി PYQ പഠിക്കണം. PYQ എന്ന് പറയുമ്പോ ഇന്ന് ഇപ്പൊ നിങ്ങൾ തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യത്തെ ഒരാഴ്ച ഒരു സെറ്റ് PYQ പഠിക്കണം. ഇന്നൊരു PYQ പഠിച്ചു, നാളെ അത് റിവിഷൻ ചെയ്തിട്ട് അടുത്ത PYQ പഠിക്കാവുള്ളൂ. രണ്ടാമത്തെ ആഴ്ചയാകുമ്പോ ഡെയിലി 2 PYQ സെറ്റ്, മൂന്നാമത്തെ ആഴ്ചയാകുമ്പോ 3 PYQ, നാലാമത്തെ ആകുമ്പോ 4 സെറ്റ് PYQ, അഞ്ചാമത്തെ ആകുമ്പോ 5 സെറ്റ്. പിന്നെ തൊട്ട് ഡെയിലി ഓരോ ദിവസം 5 സെറ്റ് PYQ വെച്ച് പഠിച്ചു പോകണം. എന്നാലേ ലെവൽ ആവുള്ളൂ, എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ പറഞ്ഞു നോക്കുക, എന്നിട്ട് നോക്കുക ആൻസർ. ഓക്കെ, അങ്ങനെ പഠിച്ചു പോവുക. എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യാൻ വീണ്ടും നിങ്ങൾക്ക് എന്താണോ തെറ്റുന്നത് അത് പെൻസിലിട്ട് മാർക്ക് ചെയ്തിട്ട്, അപ്പൊ നിങ്ങൾക്ക് അറിയാം ബാക്കി ഓൾമോസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് അറിയാം, തറവാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നത് എന്തോ എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട്, അത് പെൻസിലിട്ട് മാർക്ക് ചെയ്തിട്ട് പിറ്റേന്ന് റിവിഷൻ ചെയ്യുക, അതിന്റെ തൊട്ട് പിറ്റേന്ന് റിവൈസ് ചെയ്ത് പോവുക. അപ്പൊ ഈ മെത്തേഡിൽ വേണം പഠിക്കാൻ. PYQ പഠിക്കാതെ ആരും രക്ഷപ്പെടത്തില്ല. PYQ പഠിച്ചാല് അവര് മനസ്സിൽ കാണുമ്പോൾ നമുക്ക് മാനത്ത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. എന്താണ് CSCBയുടെ പാറ്റേൺ എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ലിസ്റ്റിൽ കയറണോ, എന്ത് ചെയ്യണം? PYQ പഠിക്കണം. ആരും ചെയ്യാത്തൊരു കാര്യമാണ് PYQ പഠിക്കാൻ വയ്യ, മെനക്കെടാൻ വയ്യ. അതുപോലെ തന്നെ ഡെയിലി ഇപ്പൊ 3-4 മണിക്കൂർ, ഇപ്പൊ ജോലി ഉള്ളവർക്കാണെങ്കിൽ 3 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളായിരിക്കും. ഓക്കെ ഫൈൻ. എന്നാലും അത് പോരാ. ഒരു ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു 10 hours എങ്കിലും പഠിക്കണം. റിവിഷൻ ചെയ്യാനും പുതിയ ടോപ്പിക്സുകൾ പഠിക്കാനും PYQ പഠിക്കാനും ഒക്കെ നമുക്ക് അത്രയും വേണം. അതുപോലെ തന്നെ ഡെയിലി ഒരു 1 hour ഇംഗ്ലീഷും പഠിക്കണം, 1 hour മാത്സും പഠിക്കണം. ഇംഗ്ലീഷും മാത്സും സബ്ജക്റ്റും സെറ്റായി ഒരു വിധം ഒരു 90% നോക്കിയതിന് ശേഷം GK പോണം. അത് മാത്രമല്ല എക്സാമിന് 2 ആഴ്ച മുന്നേ ആണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങേണ്ടത്. ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോടെ? ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഉടനെ കാണാം വീണ്ടും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.